ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പുതിയൊരു വീഡിയോ ഉണ്ടല്ലോ. അതായത് എൻ്റെ വീടിൻ്റെ സൺസൈഡ്, അതായത് ടെറസും പിന്നെ എൻ്റെ വീടിൻ്റെ ചുറ്റുപാടും ഒക്കെയാണ് ഞാൻ കാട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പടികൾ കയറി വരുമ്പോൾ തന്നെ ഒരു ചെമ്മിപ്പുളി മരം നിൽക്കുന്നുണ്ട് അവിടെ. പിന്നെ അതേപോലെ തന്നെ ടെറസിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു ചാമ്പമരം നിൽക്കുന്നുണ്ട്. ചാമ്പമരത്തുമ്പോൾ ചാമ്പി ഉണ്ടാവാറുണ്ട്, ചാമ്പയ്ക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു നല്ലൊരു കളറിലുള്ളൊരു പൂവാണ്, പിങ്ക് കളറിലുള്ള ഒരു പൂവാണ്. പിന്നെ അതേപോലെ തന്നെ വേറൊരു ചാമ്പക്ക മരമാണ്. 3 ചാമ്പക്ക മരമുണ്ട്, സെയിം അല്ല, വേറെ വേറെയാണ്. പിന്നെ ഒരു റംബൂട്ടാൻ മരം, പിന്നെ ഒരു ഞാവൽമ ഉണ്ടാവാറില്ല, റംബൂട്ടാനും റംബൂട്ടാൻ മരത്തിൽ ഉണ്ടാവാറില്ല. റംബൂട്ടാൻ ഇങ്ങനെ പൂട്ട് മാത്രം നിൽക്കുള്ളൂ, ഉണ്ടാവാറില്ല. പിന്നെ അതേപോലെ തന്നെ മാങ്ങ, 3 മാങ്ങമാരുണ്ട്. ഒരെണ്ണത് പിന്നെ ഒരെണ്ണം അങ്ങേ അറ്റത്തുണ്ട്. അപ്പോൾ ഇതുമ്പോൾ മാങ്ങ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്, ബാക്കി രണ്ടിടത്തുമേ മാങ്ങയില്ല. പിന്നെ ഒരു പ്ലാവുമ്മ ചക്കി ഉണ്ടാവാറില്ല, പ്ലാവ് മരം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ അരിനെല്ലിക്കയുടെ മരം, അരിനെല്ലിക്ക ഇപ്പം ഉണ്ടാവാറുണ്ടായി, ഇപ്പം ഉണ്ടാവാറില്ല. പിന്നെ നമ്മൾ ഈ അടയൊക്കെ ഉണ്ടാക്കൂലേ, അട ഉണ്ടാക്കണൊരു ഇതുണ്ട്, കറുകപ്പട്ട, അങ്ങനെ എന്തോ കറുകപ്പട്ട അല്ലല്ലോ, വേറെന്തോ ഒരു പേര് പറയും, കറകയിലേ, അങ്ങനെ എന്തോ ഒരു പേര് പറയും. കഴിക്കുന്ന ഈ ബീഫിലൊക്കെ ഇടും, ഫ്ലേവറിന് വേണ്ടി ബീഫിലിടും. പിന്നെ അടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒരു ചാമ്പക്ക മരം, അത് ഒരു ആപ്പിൾ ചാമ്പയാണ് തോന്നുന്നത്, ആപ്പിൾ ചാമ്പയിട്ടത്. പിന്നെ ഒരു പ്ലാവ് മരം, പിന്നെ എവിടെയോ ഒരു മുരിങ്ങാക്കായ ഉണ്ട്. മുരിങ്ങാ മരമായിട്ട് പറയാൻ പറ്റില്ല, ഒരു കമ്പ് മാത്രം ഇങ്ങനെ മുകളിലേക്ക് പോയേക്കാം. പിന്നെ കോവക്ക നിൽക്കുന്നുണ്ട്, അവിടെ ഒരു കോവക്ക നിൽക്കുന്നുണ്ട്, കോവക്കയുടെ പടർന്ന് പിടിച്ചേക്കുന്നതാണ്. അവിടെ ഒരു കോവക്കയുണ്ട്, ഇങ്ങേ അറ്റത്തൊരു കോവക്കയുണ്ട്. പിന്നെ ഇത് വേറൊരു ചെമ്മിപ്പുളി മരം. പിന്നെ അതേപോലെ തന്നെ ഒരു മാവ്. പിന്നെ താഴെ ഒരു ഇത് നിൽക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല, താഴെ പോകുമ്പോൾ കാട്ടാട്ടോ. പിന്നെ താഴേക്കൊക്കെ കഴിഞ്ഞാൽ നിറച്ച് വേപ്പും അതും ഇതൊക്കെ ഉണ്ട്, അത് ഞാൻ താഴേക്ക് പോകുമ്പോൾ കാട്ടാം. പിന്നെ അപ്പുറത്തെ വീട്ടിലും ഒരു ചെമ്മിപ്പുളി മരം ഉണ്ട്, അത് ഇവിടെ നിന്ന് കൊണ്ടുപോയി നട്ടതാണത്, അതും ഉണ്ടാവാറില്ല എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ ഇനി നമുക്ക് താഴേക്ക് പോവുകയാണെങ്കിൽ മരമൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇതുണ്ട് പേരയ്ക്ക, വയലറ്റ് കളറിലെ പേരയ്ക്കയാണ് കേട്ടോ. ഉണ്ടായി 2-3 ഉണ്ടായി, പക്ഷെ മൊത്തം താഴെ വീണ് ഉടഞ്ഞു പോയി. വയലറ്റ് കളറിലാണേ. നമുക്ക് താഴേക്ക് പോവാം. ഇത്രയും നേരം വീഡിയോ എടുത്തപ്പോൾ എന്നെ തൊണ്ട വരണ്ട്. വീഡിയോ കഴിഞ്ഞിട്ട് ഇത്തിരി വെള്ളമൊക്കെ കുടിക്കണം, ഇപ്പം നോമ്പ് കാലമാണല്ലോ. ഞാൻ പതിയാണ് ഇറങ്ങുന്നത്, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ വീണതാണ്. പിന്നെ ഇനി ഇപ്പുറത്തേക്ക് പോകാം നമുക്ക്. നോമ്പ് കാലമാണ്, നോമ്പ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടാക്കുന്നത്. ഇപ്പോൾ ഈ ചാനലിൽ ഇട്ടാക്കുന്നത് നോമ്പ് കഴിഞ്ഞിട്ടാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ പേര് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിപ്പം ഫ്രൂട്ടൊക്കെ ഉണ്ടാവാറുണ്ട്, കഴിക്കാറുമുണ്ട്. ഒരു മഞ്ഞ ഓറഞ്ച് കളറിലൊരു ഷെയ്ഡിലുള്ളൊരു ഇതാണ്. പിന്നെ നമ്മൾ നേരത്തെ മേളിൽ നിന്ന് കണ്ട മാവ്. പിന്നെ കോവക്ക, നിങ്ങൾ കണ്ടില്ല എന്ന് തോന്നുന്നു, നേരത്തെ ക്ലിയറിൽ ഉണ്ടായില്ല. കോവക്ക മരം, കോവക്ക ഉണ്ടാവാറുണ്ട്, കഴിച്ചു നിങ്ങൾ. പക്ഷെ മൂത്തു പോയി, അതുകൊണ്ട് പിന്നെ കറിക്ക് എടുത്തു, പക്ഷേ കറി വെച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ടായില്ല, പഴുത്തു പോയതുകൊണ്ട്. പിന്നെ അച്ചാമ്മ നട്ടു വെച്ച വേപ്പ് മരം. പിന്നെ ഇവിടെ ഒരു പേരയ്ക്കാമരമുണ്ട്. ഇതുമേന്ന് ഞാൻ ആരെങ്കിലും തല്ലാനായിട്ട് കളിക്കുമ്പോഴൊക്കെ തല്ലാനായിട്ട് വടി പിടിക്കും. ഇത് ഇതിനെക്കാട്ട് ഹൈറ്റ് ഉണ്ടായാണ് ഞാൻ ഒടിച്ച് തീർത്തു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ചാമ്പക്ക ഉണ്ടായി കിടക്കുന്നുണ്ടോ? അയ്യോ, കാണാൻ പറ്റുന്നില്ല അല്ലേ. ചാമ്പക്ക, ഇതാണ് ഞാൻ നേരത്തെ അവിടെ വെച്ച് പറഞ്ഞ ചാമ്പക്ക. നല്ല ടേസ്റ്റാണ്, ആപ്പിൾ ചാമ്പ അങ്ങനെ എന്തോ പറയും ഇതിനെ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചീരയുണ്ട്, മറ്റേ ചീരയല്ല, ഇതൊരു ചീരയുണ്ട്. ഇവിടെ വന്നാലും ഒരു ചീര. പിന്നെ അവിടെ ആയിട്ട് ഒരു വേപ്പ്, വലിയൊരു വേപ്പാണിത്, മേളിൽ നിന്ന് ഒടിക്കാൻ കിട്ടാറില്ല. പിന്നെ അതേപോലത്തെ ചീര തന്നെ, ഈ ചീരയുടെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു ചീര, പിന്നെ വെളുത്ത ചെമ്പരത്തി, പിന്നെ കുറേ ചൊറിയെണ്ണമൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലൊക്കെ. പിന്നെ അങ്ങേറ്റത് അവിടെ ഇതേപോലത്തെ ഒരു ചീര നിൽക്കുന്നുണ്ട്. പിന്നെ വരികയാണെങ്കിൽ 2 പപ്പയ്ക്ക മരം,
കപ്പങ്ങ കപ്പങ്ങ ഇല്ല, ചെറുതായി തൈയാണ് ചെറിയതായിട്ട് വരുന്നത്. പിന്നെ അങ്ങേറ്റത് ഒരു ഇതുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ചീര കുറച്ചുണ്ട്. ഇതായിരിക്കും മിക്കവാറും, ഇത് പരിപ്പിട്ട് ഒലത്തും, അതായിരിക്കും വീട്ടിൽ മിക്കപ്പോഴും ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ ചേമ്പ് ഇത് ഞങ്ങൾ എടുത്തു, ചേമ്പ് എടുത്തു. പക്ഷേ ചേമ്പൊന്നും ഉണ്ടായില്ല, മൊത്തം തുരപ്പം കുത്തിക്കളഞ്ഞ്. അതുകൊണ്ട് തിരിച്ച് അങ്ങനെ തന്നെ നട്ടു വെച്ച്, ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വെച്ച് ഇതാക്കി. പിന്നെ അതേപോലെ തന്നെ വേറൊരു പപ്പായ മരം, പിന്നെ നേരത്തെ കണ്ടിട്ടുള്ളൊരു ചെടി, പിന്നെ ഇവിടെ നിറച്ച് പുല്ല്. പിന്നെ ഒരു തെങ്ങുണ്ട്, നേരത്തെ കാട്ടില്ലല്ലേ, ഒരു തെങ്ങുണ്ട്. പിന്നെ അവിടെയായിട്ട് പിന്നെ ഒരു ചാമ്പക്ക മരമുണ്ട്, ചാമ്പക്കല്ല പേരയ്ക്ക മരമുണ്ട്. പേരയ്ക്കില്ല, ഇത് തടി മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ എന്തോ കൈതച്ചക്കയുടെ, നമ്മൾ ഈ കടന്നൽ വരുമ്പോൾ കുത്തണൊരു ഇലയില്ലേ, ആ ഇലയുണ്ടായി, അതിപ്പോൾ പറിച്ചാൽ തോന്നുന്നു. പിന്നെ കുറച്ച് ചേമ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു കൈപ്പള്ളിയുണ്ട്, കയ്പൊക്കെ ഉണ്ടാവാനായിട്ട് കാത്തിരിക്കുകയാണ് എല്ലാവരും. പിന്നെ ഇതേപോലെ ഒരു പൂവുണ്ട് ഇവിടെ, പൂവില്ല, ഇതൊരു ചെടിയാണെന്ന് തോന്നുന്നത്, ഒരു പൂവില്ല. പിന്നെ മുരിങ്ങാമരം അതപ്പുറത്തേ ഇട്ടാ, ഒരു ബേബി പിങ്ക് കളറിലൊരു പൂവാണ് ഇതിനുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ കാട്ടിയ മാങ്ങയുടെ അച്ചാറൊക്കെ ഇടോട്ടത്, കുറേ മാങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇനി അവിടേക്ക് പോവുകയാണെങ്കിൽ ആര്യവേപ്പുണ്ട്, കുറേ ഉണ്ട് കേട്ടോ ആര്യവേപ്പ്. ഇവിടെ എനിക്ക് വരാൻ പേടിയാണ്, പിന്നെ വീഡിയോ എടുക്കണോണ്ട് ഞാൻ വന്നാണ്, കാരണം ഇവിടെ പാമ്പ് വന്നായിരുന്നു കഴിഞ്ഞ ദിവസം. പിന്നെ റോസാക്കൊമ്പാന്ന് തോന്നുന്നു, റോസാക്കൊമ്പ്. പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആര്യവേപ്പുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ആര്യവേപ്പ്. പിന്നെ നേരത്തെ കണ്ട ചാമ്പ, മേളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ചാമ്പ പൂ മുട്ടിടുന്നുണ്ട് കേട്ടോ, കാണാൻ പറ്റുന്നില്ല അല്ലേ, മുട്ടിടുന്നുണ്ട്. ഇത് കഴിഞ്ഞ സീസണിൽ കുറേ ഉണ്ടായിട്ടോ, ഇപ്പം ഉണ്ടാവാറില്ല. പിന്നെ ഇവിടേക്ക് വരാം. ഇനി ഇവിടേക്ക് വരികയാണെങ്കിൽ ഒരു പാലെന്ന് തോന്നുന്നു, പാലയുണ്ട്. ഒരു ഇല ഉണ്ടായിട്ടുള്ളൂ, കുറേ ഇലയുണ്ടായി മൊത്തം കൊഴിഞ്ഞല്ല, എൻ്റെ കാലം കൊണ്ട് ഒടിഞ്ഞുപോയി. പിന്നെ ഒരു പുളിയിഞ്ചി ചെടിയോ അങ്ങനെ എന്തോ പറയും ഇതിന്, അതുണ്ട്. പിന്നെ ചെമ്പരത്തി, ഇത് കുറേ ഇതളുള്ള മറ്റേ ചെമ്പരത്തിയില്ലേ, പേരെനിക്കറിയില്ല. ഇത് ഭയങ്കര കുറേ ഇതളുകളുണ്ട്, ചുമന്ന ചെമ്പരത്തി തന്നെ കുറേ ഇതളുകളുണ്ട്. പിന്നെന്താ, ഇവിടെയും പാമ്പ് ഒന്നാണ്, ചേരപ്പാമ്പ്. പിന്നെ വേപ്പുണ്ട്, അമ്മമ്മ നട്ട വേപ്പാണ്, അല്ല അച്ചമ്മ നട്ട വേപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു തെങ്ങുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു ഓർക്കിഡ്, അത് ചാമ്പയമ്മ കെട്ടി വെച്ചേക്കാണ്. ആദ്യം അമ്മമ്മ തെങ്ങുമ്മയാണ് കെട്ടി വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അമ്മായി ആരോ പറഞ്ഞു, ഇത് ഓർക്കിഡ് ഇവിടെ വെച്ച് തെങ്ങിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഉണ്ടാവില്ല എന്നും പറഞ്ഞ് പിന്നെ അങ്ങനെ വെച്ചില്ല. അപ്പോൾ ഒരു ഹെൽമെറ്റിൽ കെട്ടിയത് വെച്ച്, പഴയൊരു ഹെൽമെറ്റാണ്, അച്ഛൻ്റെ ഹെൽമെറ്റാന്ന് തോന്നുന്നു, അച്ഛൻ്റെ ഹെൽമെറ്റ് കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വരികയാണെങ്കിൽ എന്തോ ഒരു ചെടി, നല്ല രസമാണ്. ഓണത്തിനൊക്കെ ഇതിൻ്റെ ഇല കുറച്ച് ചുറ്റും വെക്കും. പിന്നെ കുറേ ചൊറിയെണ്ണമൊക്കെ നിൽക്കുന്നുണ്ട്, അത് കാട്ടിയിട്ട് വലിയ ഗുണമില്ലല്ലോ, അതിൻ്റെ ചൊറിയെണ്ണമൊന്നും കാട്ടുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു റോസാക്കൊമ്പ്. പിന്നെ ആ ചെടി ഇങ്ങനെ നിരയായിട്ടാണ് ചെടി വരുന്നത്, നല്ല രസമാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ എപ്പോഴും ഫോട്ടോ ഒക്കെ എടുക്കാറ്. എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ വരുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഒരുങ്ങുമല്ലോ, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നന്നായിട്ട് ഒരുങ്ങുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് കുഞ്ഞിരിക്കും, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കും. പിന്നെ നമ്മൾ നേരത്തെ കെട്ടി കഴിഞ്ഞാൽ ചെമ്മിപ്പുളി മരം, അത്രയൊക്കെ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പം ചെറിയ വീഡിയോ ഞാൻ ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ, കാരണം ഇപ്പോൾ വെക്കേഷനാണല്ലോ. അപ്പം 2 മാസത്തേക്കൊന്ന് വീഡിയോ ഒക്കെ ഇട്ടൊന്ന് നോക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എത്രത്തോളം ക്ലിയർ ആകുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല. പറ്റുന്ന അത്ര നിങ്ങൾ ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യാം. അപ്പോൾ ഇത്രയുള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.